ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി. മഹാഭാരതത്തിലെ ഏറ്റവും അഗാധവും മനോഹരവുമായ ഒരു തത്വചിന്തയിലേക്കാണ് നമ്മളിന്ന് പോകുന്നത്. ശ്രീകൃഷ്ണ ഭഗവാൻ മഹാഭാരതത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട്, എൻ്റെ മേൽ പൂർണ്ണ അവകാശം ഉണ്ടായിരിക്കുന്നവനാരോ അവൻ്റെ മേൽ എനിക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുന്നതാണ്. കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാമെങ്കിലും ഭഗവാനും മനുഷ്യനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ഏറ്റവും വലിയ രഹസ്യമാണ് ഈ വരികളിൽ കാണുന്നത്. ഭഗവാൻ എന്താണ് അർത്ഥമാക്കിയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ സാധാരണക്കാരായ മനുഷ്യർ ദൈവത്തോട് പ്രാർത്ഥിക്കാറുണ്ട്, ഭഗവാനെ എനിക്കത് തരണേ ഇത് തരണേ എന്നൊക്കെ. എന്നാൽ ഭഗവാന്റെ മേൽ അവകാശം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് വെറുമൊരു യാചനയല്ല, മറിച്ച് പൂർണ്ണ സമർപ്പണമാണ്. ഒരു കുഞ്ഞിന് അമ്മയുടെ മേലുള്ള അവകാശം. ഒരു കുഞ്ഞ് അമ്മയോടൊന്നും ചോദിക്കുന്നില്ല, അധികാരം സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. കാരണം ആ കുഞ്ഞിനറിയാം അമ്മ എൻ്റേത് മാത്രമാണെന്ന്. അതുപോലെ കൃഷ്ണ, നീ എൻ്റേതാണ്, ഞാൻ നിൻ്റേതും എന്ന് പൂർണ്ണ ഹൃദയത്തോടെ പറയുന്ന സമയം നമ്മൾ ഭഗവാനിൽ അധികാരം സ്ഥാപിക്കുകയാണ്. ഗീതയിൽ ഭഗവാൻ അർജുനനോട് പറയുന്നല്ലോ, അനന്യാശ്ചിന്തയന്തോ മാം ഏ ജനാപര്യുപാസത എന്ന് തുടങ്ങുന്ന ശ്ലോകം. മറ്റൊന്നും ചിന്തിക്കാതെ എന്നെ തന്നെ ആശ്രയിക്കുന്നവൻ്റെ യോഗക്ഷേമത്തെ ഞാൻ നോക്കിക്കോളാം എന്നാണ് ഭഗവാൻ പറഞ്ഞത്. പിന്നീട് ഭഗവാൻ പറഞ്ഞത് എന്താണ്? അവൻ്റെ മേൽ എനിക്ക് പൂർണ്ണ അധികാരം ഉണ്ടായിരിക്കുമെന്ന്. അധികാരം എന്നാൽ നമ്മെ അടിമയാക്കലല്ല, മറിച്ച് നമ്മുടെ പൂർണ്ണ സംരക്ഷണം എന്നാണ് ഭഗവാൻ അർത്ഥമാക്കിയത്. നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ, അതായത് നമ്മുടെ ബുദ്ധി, അഹങ്കാരം, ചിന്തകൾ എല്ലാം ഭഗവാന് വിട്ടുകൊടുക്കുക. അപ്പോൾ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നു. മഹാഭാരത യുദ്ധത്തിൽ അർജുനൻ തൻ്റെ രഥത്തിൻ്റെ നിയന്ത്രണം കടിഞ്ഞാൺ ഭഗവാനെ ഏൽപ്പിക്കുകയായിരുന്നല്ലോ. ഒടുവിൽ എന്താണ് അർജുനന് സംഭവിച്ചത്? അർജുനൻ പൂർണ്ണ വിജയത്തിലേക്ക് പോവുകയായിരുന്നു അല്ലേ? അതുപോലെ തന്നെയാണ് ദ്രൗപദീ ദേവി. തനിക്ക് മറ്റാരും ഇനി സഹായത്തിനില്ല എന്ന് മനസ്സിലാക്കിയ സമയത്ത് തൻ്റെ ഇരുകൈകൾ ഉയർത്തിക്കൊണ്ട് ഭഗവാനെ വിളിച്ചപ്പോൾ ദ്രൗപദീ ദേവിയുടെ മാനം കാക്കാനായി ഭഗവാൻ വസ്ത്രാവതാരമായി വന്നു. വാസുദേവൻ എന്ന നാമം തന്നെ ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന പരമാത്മാവിനെയാണ് സൂചിപ്പിക്കുന്നത്. ആ പരമാത്മാവ് നമ്മളിൽ നിന്നും ദൂരെയല്ല. പ്രാർത്ഥനകൾ വെറുമൊരു കച്ചവടമാക്കാതെ, ഭഗവാനെ നീ എൻ്റേതാണ്, അതുപോലെ ഞാൻ നിൻ്റേതും എന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതത്തിൻ്റെ കടിഞ്ഞാൺ ഭഗവാനെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മേലുള്ള ഭഗവാന്റെ അധികാരം നമ്മുടെ ജീവിതത്തെ പ്രകാശപൂർണമാക്കുന്നു. ഒരു വെളിപ്പാടകലെ ഭഗവാൻ ശ്രീഗുരുവായൂരപ്പൻ ഉണ്ടാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ. സത്യം പരം ധീമഹി.